إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله الحمد لله الذي له ما في السماوات وما في الأرض وله الحمد في الآخرة وهو الحكيم الخبير الحمد لله الذي فاطر السماوات والأرض جاعل الملائكة رسلا الحمد لله الذي أنزل على عبده ولم يجعل له عوجا الحمد لله حمد الشاكرين اللهم لك الحمد حتى ترضى ولك الحمد إذا رضيت ولك الحمد بعد الرضا ولك الحمد على كل حال الحمد لله حمدا كثيرا طيبا مباركا فيه اللهم لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك على ما أنعمت علينا من نعمك التي لا تعد ولا تحصى اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم صل وسلم وزد وبارك على حبيبك وسيدنا وصفوة خلقك وخير رسلك وخير من مشى على الأرض وخير من رفع إلى السماء نبينا وحبيبنا وقرة أعيننا محمد صلى الله عليه وسلم صلاة وسلاما دائمين متلازمين إلى أبد الآبدين ودهر الداهرين وعلى آله وصحابته ومن اهتدى بهديه واستنى بسنته إلى يوم الدين أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما فإن خير الحديث كتاب الله وخير الحدي حدي محمد صلى الله عليه وسلم شر الأمور محدثاتها كل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي
رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي عباد الله اتقوا الله. ഫിർസത്തെ മുസ്ലിം സഹോദര സഹോദരിമാർ, റബ്ബുൽ ഇസ്സത്തായ അഹദും സ്വമദുമായ മാലിക്കുൽ മുലൂക് ഹയ്യുൽ ഖയ്യൂം ബദീഉസ് സമാവാതി വൽ അർദ് ആ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ മഖ്ലൂക്കായ ഞങ്ങൾട്ടുകു ചില കണ്ടീഷൻ വെച്ചാൽ അള്ളാഹു ഞങ്ങളൊട്ടിക്ക് ഇങ്ങനത്തെ വിഷയം നിങ്ങൾ ആക്കിയിട്ടേ വേണു, ആക്കില്ലെങ്കിൽ നിങ്ങൾക്ക് ಅದಕ್ಕೆ ನಾನು പനിഷ്മെൻറ്റ്, നിങ്ങൾക്ക് ശിക്ഷ ഉണ്ടോ. ചില വിഷയത്തിൽ റബ്ബ് നിങ്ങൾക്ക് ചൊന്നറ ഇല്ല നിങ്ങൾ അത് ആക്കുകയെ തീരാ, ഇല്ല നിങ്ങൾ അത് നോക്കുകയെ തീരാ, ഇല്ല നിങ്ങൾക്ക് ചൊല്ലുകയെ തീരാ, നിങ്ങൾ പോകെ തീരാ. അങ്ങനത്തെ കഠിനമായ തടയാജ്ഞ തന്നിറ റബ്ബ്. ഇപ്പോൾ റബ്ബൊരു രണ്ട് നിർദ്ദേശമുണ്ടോ, നിങ്ങൾ ഒന്ന് ആക്കവോ ഒന്ന് ആക്കുക തീരാണ്. ആ രണ്ട് റബ്ബരെ നിർദ്ദേശം ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ സന്ദർഭത്തിലും പാലനാക്കുക ഞങ്ങളെ കൊണ്ട് സാധ്യമായിട്ടില്ല. എവിടെയെങ്കിലും തെല്ല് സാധ്യമായിട്ടിക്കോ മാക്സിമം സാധ്യമായിട്ടില്ല. അപ്പം ಅದಕ್ಕೆಂದ್ರೆ ಪರಿಹಾರ ಮಾರ್ಗ, ಅದಕ್ಕೆ ಪರಿಹಾರ ಮಾರ್ಗമായിട്ട് റബ്ബ് ഞങ്ങൾ തന്നത് ഈ അറഫ നാൾ. എങ്ങനത്തെ നീನು ഗുഡ്ഡ പോലത്തെ സമുദ്രത്തിൽ ಅಂದ್ರೆ തിരമാല അടിക്കറ, സമുദ്രത്തെ ആ തിരമാല ഉണ്ടല്ലോ അവിടെ അടിക്കറ അല ഉണ്ടല്ലോ സമുദ്രത്തേക്ക്, അത്ര കണ്ട് നീನು തപ്പാക്കിയിട്ടുണ്ടെങ്കിലും ആ റബ്ബുരൊട്ടിക്ക് നീನು മാഫിക്ക് തേടിയെങ്കിൽ ആ റബ്ബ് മാഫ് തൻ്റെ നാളായിട്ടിരിക്കും. അപ്പം ಅದಕ್ಕೆ അള്ളാഹു ഞങ്ങാക്കിയ ദോഷത്തിക്ക് മാഫ് തറകു വേണ്ടിയിട്ട് ചില നാൾ അള്ളാഹു സെലക്ഷൻ ആക്കി തന്ന അറഫ നാൾ, അതേപോലെ റമദാൻ മാസം വന്നിട്ടാകുമ്പോൾ അതിര നാളിൽ, അത് നെക്സ്റ്റ് പണ്ട് മൊഹറം മാസം പണ്ട് മൊഹറം മാസം വന്നിട്ടാകുമ്പോൾ അതിരെ 10 നാളിൽ, അങ്ങനത്തെ ചില ഞങ്ങൾക്ക് ഓഫർ അള്ളാഹു വെച്ചു. അപ്പം റബ്ബൊരൊട്ടിക്ക് ഞങ്ങാക്കിയ തപ്പുകു മാഫ് തേടുക. അള്ളാഹുവേ ഞങ്ങൾ ജീവനത്തിൽ ഞങ്ങാക്കിയ തപ്പു പിടിയുന്നിട്ട് ഞങ്ങൾ തപ്പാക്കിയ റബ്ബെ, ഞങ്ങാക്കിയ തപ്പുകു കണക്കും കൈയില്ല റബ്ബെ. അള്ളാഹുവേ ഞങ്ങളെ തപ്പുര ഞങ്ങൾക്ക് നീನು മാഫാക്കി താല്ല. അതിൻ്റെ പരിശുദ്ധമായ ഹജ്ജ് മാസമായിട്ടിക്കറ്, ഈ ഹജ്ജ് മാസം ഏറ്റവും പരിശുദ്ധമായ ദിവസം നാളിലായിട്ടിക്കറ് ഞങ്ങൾ ഉള്ളത് റബ്ബേ. ഞങ്ങൾ ഈ പരിശുദ്ധമായ നിൻ്റെ മസ്ജിദിൽ നിന്നിട്ട് പരിശുദ്ധമായ വെള്ളിയാഴ്ച നാളിൽ ആ ജുമാഅത്തെ സമയത്തിൽ ആ അറഫത്തെ ടൈമിൽ നിന്നൊട്ടിക്ക് ഞങ്ങൾ യാചിക്കറ റബ്ബേ. ഞങ്ങളെ ദോഷത്തെ നീನು മാഫാക്കി താ അള്ളാഹുവേ. മരിച്ചുപോയ ഞങ്ങളെ അബ്ബ, ഞങ്ങളെ ഉമ്മ, ഞങ്ങളെ സഹോദര സഹോദരിമാരുള്ളാറ്, കൂട്ടുകുടുംബത്തങ്ങളുള്ളാറ്, ഞങ്ങളെ ആദർശ ബന്ധുമാരുള്ള എല്ലാവർക്കും നീನು മഗ്ഫിറത്തും അർഹമത്തും കൊടുത്തു നീ അനുഗ്രഹിക്കല്ലാഹുവേ. ഞങ്ങളെ കൂട്ടത്തിൽ ഈ സീക്കിൽ കഷ്ടപ്പെട്ട ചുമ്മത്തെ സഹോദര സഹോദരിമാരുള്ള ക്യാൻസർ പേഷ്യൻറ്റുമാർക്കൊന്നെങ്കിൽ ഇണ്ട് ഞങ്ങളെ ഉത്തര ജാൾಗೆತ್ತಿ മുന്നുള്ളങ്ങ നിരിച്ചോടിന്ന് ഒരു ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ ഏതോ റായത്തൊരു മൂലകുണ്ട് ഇണ്ട് ഉത്തര ജാളിൽ ചുറ്റുമുത്ത്. പിന്നെ കിഡ്നി പേഷ്യൻറ്റുമാരെ വിസ ചില്ലറ വേണ്ട, അവത്തിൽ 5 ആൾ എന്തെങ്കിലും ഒരാൾ പേഷ്യൻ്റ് ആയിട്ടിരിക്കും. അത്രത്തോളം വ്യാപകമായി അള്ളാഹുവേ. ഇങ്ങനത്തെ സീക്ക് ഞങ്ങൾക്ക് ആർക്കും തരാതെ പോലെ അള്ളാഹു വരാതെ പോലെ ഞങ്ങളെ നീನು സലാമത്താക്ക അള്ളാഹുവേ. ആരല്ല ഈ സീക്കിൽ കുടുങ്ങിറാറ് നീನು പരീക്ഷിച്ചിറാ, അങ്ങക്ക് നീನು ശിഫ കൊടുത്ത് അനുഗ്രഹിക്ക അള്ളാഹുവേ. സഹോദരന്മാരെ, ആ റബ്ബരെ നിയമനിർദ്ദേശം ഞങ്ങളുടെ ജീവിതത്തെ എല്ലാ സന്ദർഭത്തിലും മാക്സിമം പാലനാക്കിയിട്ട് നല്ലങ്ങായിട്ട് ചെയ്യിക്കുക ഞങ്ങൾ പ്രയത്നാക്കുക. അള്ളാഹു ഞങ്ങൾ അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാരെ, ഹജ്ജ് മാസമായതുകൊണ്ട് ഞങ്ങൾ ഈ ഹജ്ജ് മാസത്തിൽ ഞങ്ങൾ നെനപ്പാക്കരെ 2-3 വ്യക്തിത്വമുള്ള 2-3 മനുഷ്യന്മാർ, ഒരബ്ബ ഒരു ഉമ്മ ഒരു കിടാവ്. ഞങ്ങളെ നെനപ്പാക്കില്ലെങ്കിൽ ഞങ്ങൾ ഈ ഹജ്ജ് സാർത്ഥക്കാവില്ല. ഈ ഹജ്ജ് മാസത്തേക്ക് ടേസ്റ്റ് പണ്ടില്ല. അതായിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ 14-ാമത്തെ സൂറ, പരിശുദ്ധ ഖുർആനിൽ 114 സൂറ ഉണ്ട്. അതിൻ്റെ 14-ാമത്തെ സൂറ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ പേരുള്ള സൂറ ആയിട്ടിരിക്കുന്നത്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അയാളെ മോന് ഇസ്മായിൽ, ആ ഇസ്മായിലിൻ്റെ ഉമ്മ ഇബ്രാഹിമിൻ്റെ പിഞ്ഞായി ഹാജർ, ഈ 3 ആൾ കൂടിയെങ്കിലായിട്ട് അവിടെ ഹജ്ജ് കഅബ പണ്ടത്. അവിടെ ഉള്ള നീണ്ട് ഞങ്ങൾ ഹജ്ജിക്ക് പോയിട്ടാകുമ്പോൾ അവിടെ ഞങ്ങൾക്കൊരു ഹജ്ജിൻ്റെ ക്രിയ, ഹജ്ജിൻ്റെ ചട്ടുവട്ടിക്ക് ഞങ്ങളുടെ ഇപ്പം നാളെ ആക്കറ ഈദുൽ അദ്ഹ. ഈ 3 വ്യക്തിത്വം ഇല്ലെങ്കിൽ ഇതൊക്കെ അസ്തിത്വം ഇല്ല.
അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ നെനപ്പാക്കും പോലെ ഒന്ന് രണ്ട് വിഷയം ഇൻഷാ അല്ലാഹ് ഇന്നത്തെ കുത്തുബത്തിൽ നിന്നാണ് പ്രസ്താവനാർത്ഥം ഉദ്ദേശിക്കരെ. അള്ളാഹു അനുഗ്രഹിക്കും. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് 14-ാമത്തെ സൂറ ഇബ്രാഹിം, അതിൽ 35-36 ആയത്ത്. ഇബ്രാഹിം സൂറത്തിൽ 55 ആയത്തുണ്ട്. അതിൽ 35-36 ആയത്തിൽ അള്ളാഹു ഇബ്രാഹിം നബി അലൈഹി സ്വലാം 4000 വർഷത്തേക്ക് മുന്നുള്ള ദുആ ഒരു ദുആ. എപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബറഗു 2500 വർഷത്തേക്ക് മുന്നോൾ, ഒന്നു രണ്ടല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പണ്ടത്തേക്ക് 2500 വർഷത്തേക്ക് മുന്നോൾ വന്ന ഇബ്രാഹിം നബിയുടെ സ്റ്റോറി അള്ളാഹു മുഹമ്മദ് നബിയോട്ടേക്ക് ചെല്ലാണ്. മുഹമ്മദ് നബിയെ, നിങ്ങൾക്ക് തന്ന കിതാബ് അതിൽ നിന്നാണ് നിങ്ങളെ പൂർവ്വപിതാവായ ഇബ്രാഹിമിന്റെ സ്റ്റോറി ചൊന്തണ്ടേ. ആ ഇബ്രാഹിം അലൈഹി സ്വലാം ഒരു സന്ദർഭത്തിൽ റബ്ബുറൊട്ടിക്ക് ദുആരക്കുന്നു. ആ ദുആ അള്ളാഹു ഇഷ്ടായിട്ട് ആ ദുആത്തെ മുഹമ്മദ് നബിക്ക് അള്ളാഹ് കൊടുത്ത ഖുർആനിൽ അള്ളാഹു എടുത്തു ചൊല്ല. എത്ര വർഷം കഴിഞ്ഞാൽ പിന്നെ 2500 വർഷം കഴിഞ്ഞാൽ പിന്നെ അള്ളാഹ് എടുത്തു ചൊല്ല. നോക്കൂ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദ് ഖാല ഇബ്രാഹീം റബ്ബി ഇജ്അൽ ഹാദൽ ബലദ ആമിന വജ്നുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം റബ്ബി ഇന്നഹുന്ന അദ്ലൽന കസീറൻ മിനൻ നാസ് ഫമൻ തബിഅനി ഫഇന്നഹു മിന്നി വമൻ അസ്വാനി ഫഇന്നക ഗഫൂറുർ റഹീം. ഇങ്ങോട്ട് ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ കുത്തുബത്തിലെല്ലാം കേട്ടിരിക്കുവാണ്. എങ്കിൽ ബാരിലിങ്ങ കേട്ടിരിക്കല. ಅದಕ್ಕೆ ಇನ್ಶಾ ಅಲ್ಲಾಹ್ ಚೊಲ್ದೆ ವഇದ್ ഖാല ഇബ്രാഹിം, ഇബ്രാഹിം ചൊന്നൊരു സന്ദർഭം. എങ്ങനെ റബ്ബുരൊട്ടിക്ക് ദുആറിന്റെ സന്ദർഭം അത് അള്ളാഹ് ചൊല്ലെ നബിക്ക് അള്ളാഹ് ചെന്നു കൊടുക്കരെ. എന്തിനാണ് ഇബ്രാഹിം നബി ചെന്ന് റബ്ബി ജ്അൽ, നന്റെ റബ്ബേ നീ ആക്ക് റബ്ബേ, ഹാദൽ ബലദ, ഈ റായത്തെ, ഇത് മക്കത്തെ ഇബ്രാഹിം നബി കാട്ടറെ, ഈ റായത്തെ നീ ആക്ക് അല്ലാഹുവേ, ആമീന, എന്തിന് നിർഭയമുള്ള നെമ്മതിദായകമായ സുരക്ഷിതമായ റായാക്ക് റബ്ബേ. അത്ര ദുആ ഇരുന്നിട്ട് ഇബ്രാഹിം നബി നിപ്പാട്ടിട്ടില്ല. പിന്നെ ചെല്ലുവ ജുനുബിനി, അല്ലാഹുവേ നന്റെ നീನು ദൂറാക്ക് റബ്ബേ. നന്റെ മാത്രല്ല വ ബനിയ, നന്റെ മക്കളെയും, അൻ നഅ്ബുദൽ അസ്നാം, അല്ലാഹു അല്ലാത്ത വ്യക്തി, അല്ലാഹു അല്ലാത്ത ശക്തി, അല്ലാഹു അല്ലാത്ത വസ്തു. ഇത് അസ്നാമ എന്തെങ്കിലും 3 പെട്ടത്. അല്ലാഹു അല്ലാത്ത വ്യക്തി പെട്ടത്, അല്ലാഹു അല്ലാത്ത ശക്തി പെട്ടത്, അല്ലാഹു അല്ലാത്ത വസ്തു പെട്ടത്. ഇത് 3ക്കും ഇബാദത്താക്കാത്ത പോലെ, ഇത് 3 തലമാകാത്ത പോലെ നന്റെയും നന്റെ മക്കളെ നീನು ദൂറാക്ക് റബ്ബേണ്ട. ഇതായിട്ട് കയറി ഇബ്രാഹിം നബിയുടെ ആദർശം. ഞങ്ങൾ ഇബ്രാഹിം നബിയുടെ ആദർശം ചെന്നിട്ട് നിങ്ങൾ ആടെടുക്കറ, ഇറച്ചി തിന്നറ, നിങ്ങൾ പെരുന്നാളിൽ പുതിയ ഡ്രസ്സ് ഇട്ടറ, നിങ്ങൾ ബിരിയാണി തിന്നറ, അത് മാത്രല്ല ഇബ്രാഹിം നബിയുടെ ആദർശ. ഈ റബ്ബി എങ്ങനെ വജനുബനി വബനിയ അൻ നഅ്ബുദൽ അസ്നാമ, ഈ ആദർശം നിങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ, ഈ ആദർശം നിങ്ങൾ മൈകൂടിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ളത് എല്ലാം വ്യർത്ഥ. അള്ളാഹു ചെന്ന ഷർത്ത് എന്തിനാ? ഈ ഇബ്രാഹിം നബിയുടെ ആദർശം നിങ്ങൾ സ്വീകരിച്ചെങ്കിൽ ആയെങ്കിൽ നിങ്ങൾ ഹജ്ജ് അല്ല കബൂലാക്കുകയോ, നിങ്ങൾ പെരുന്നാളാക്കുകയോ, നിങ്ങൾ അർക്കുകയോ, അതെല്ലാം അല്ല കബൂലാക്കണമെങ്കിൽ ഈ ഷർത്ത് നിങ്ങൾ പാലനാക്കണു. അപ്പോൾ ഞങ്ങളുടെ ജീവനത്തിൽ ഇപ്പം ഞങ്ങൾ തിരിച്ചറിയാം, ഞങ്ങളെല്ലാം തൗഹീദിലുള്ള മാഷാ അല്ലാ, ഞങ്ങൾ തൗഹീദിൽ നിന്നൊക്കെ മയ്യാവല്ല, ഞങ്ങൾ ഔത്തരങ്ങ ചിലപ്പോൾ തൗഹീദിക്ക് വിരുദ്ധമായിട്ടിരിക്കും. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഈ ആദർശത്തേക്ക് തദ്വിരുദ്ധായിട്ടിക്കോ, ഞങ്ങളെ പെഞ്ഞായ്മക്കൈക്കോ, ഞങ്ങളെ അബ്ബ ഉമ്മയ്ക്കുവാറ്, ഇളങ്ങമുത്തയ്ക്കുവാറ്, ഞങ്ങളുടെ കുടുംബത്തങ്ങയ്ക്കുവാറ്, നിരക്കറങ്ങയ്ക്കുവാറ്. അപ്പൊ നാനൊരുത്ത സമായെങ്കുമായി, നാനൊരുത്ത തൗഹീദായെങ്കുമായി എന്നാവോ അങ്ങ് എന്ത് വേണമെങ്കിൽ കുത്തിമറിയിട്ട് നക്ക് നോക്കേണ്ട അഗത്യല്ല ചൊന്നെങ്കിൽ അത് മുസ്ലിമിന്റെ സ്വഭാവമല്ല. യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും, റബ്ബു ചൊല്ലങ്ങനെ, യേശു വിശ്വാസിമാരെ ഖൂ അൻഫുസകും, നിങ്ങളെ സ്വന്തത്തടിയിൽ നിങ്ങൾ കാക്കൊറോ, വഹ്ലീക്കും, നിങ്ങളെ പെഞ്ഞായി മക്കളെ, അബ്ബൗമ്മരെ, ഇളങ്ങമുത്തങ്ങളെ അങ്ങളെ നിങ്ങൾ കാക്കൊറൂ, നരകത്തേക്ക് പോലാതെ പോലെ അള്ളാഹ് നിങ്ങൾക്ക് എച്ചരിക്ക തന്നറ. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാമരെ ആദർശമായിട്ട് എങ്ങനത്തെ കഷ്ട ബന്തെങ്കിലും, എങ്ങനത്തെ നഷ്ട ബന്തെങ്കിലും, തീ കിട്ടെങ്കിലും, പൈച്ചെങ്കിലും
ರಾಯತೆ ಓಡ್ಪಾಟಿಯೆങ്കിലും ഒരിക്കൽ ആരെതുള്ളു തലപെക്കപ്പെടാത്ത ആദർശമായിട്ടിക്കറ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ആദർശ റബ്ബിനെ വിട്ടിട്ട് കളിയില്ല. ഇൻഷാ അല്ലാഹ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് അള്ളാഹു എന്താക്കുക, പല നിലക്കുള്ള ശിക്ഷ തരുക, ഞങ്ങൾ പല നിലക്കുള്ള പരീക്ഷ തരുക. ഇവിടെ റായത്തിൽ എന്തായിട്ട് ഗലാട്ട പോറും, ചിലപ്പോ അടിപിടിയാവും, ചിലപ്പോ എന്താവും ഞങ്ങളുടെ കുടുംബത്തങ്ങ മരിച്ചു പോളുവാറ്, ഞങ്ങളെ കണ്ണെത്തിരിൽ എന്താവോ എന്തെല്ലാം അനാഹുത്ത പറു. അപ്പൊ അങ്ങനത്തെ ഏത് സന്ദർഭം വന്നെങ്കിലും റബ്ബിന്റെ മേൽ ഭരവസ കൈവിടാണ്ട് ആര് ചെയ്യിക്കാണ്, അവനായിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ആദർശം സ്വീകരിച്ചവണു. ഇബ്രാഹിം നബിയുടെ ആദർശ തീരെ എതിരിൽ എന്താക്കിയിട്ടില്ല, ബഗ്ഗിറ്റിലാണ്. തീയിലിട്ടിട്ട് കരിച്ചാൻ ബഗ്ഗോ, ആ തീക്ക് ബഗ്ഗാത്ത ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ആദർശ അവിടെ തീ സോക്കറു. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ആദർശ ജയിക്കരു. അങ്ങനത്തെ ആദർശമായിട്ടിക്കോണു ഞങ്ങളെ ആദർശ. ആ ആദർശം സ്വീകരിച്ചെങ്കിൽ മാത്രമായിട്ടിക്കറ് ഞങ്ങൾക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനൊട്ടിക്ക് നാളെ ജന്നത്തുൽ ഫിർദൗസിൽ ദാഖിലാവുക സാധ്യമാണ്. സഹോദരന്മാരെ, പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചൊല്ലുടെ ആ ദുആത്ത് പിന്നെ അത്ര ബാക്കി ഭാഗം റബ്ബി, അള്ളാഹു വിളിക്കരെ നന്റെ റബ്ബെ, നന്റെ ഒടയ, ഇന്നഹുന്ന അദ്ലൽന കസീറൻ മിനന്നാസ്. ഈ വിഗ്രഹത്തെ, ഈ അള്ളാഹു അല്ലാത്ത വ്യക്തി, ശക്തി, വസ്തു ಇದರ കാരണത്തിൽ ചൊമ്മത്താൾമാർ തെറുതൊപ്പിറാണ്. അതുകൊണ്ട് ഫമൻ തബിഅനി, ആറ് നന്റെ അനുസരിക്കാറാണ്, ഫഇന്നഹു മിന്നി, അവൻ നന്റെ കൂട്ടത്തിൽ പെട്ടവൻ. വമൻ അസ്വാനി, നന്റെ ആദർശത്തിക്ക് ബദ്ധവിരുദ്ധമായിട്ട് ആറുള്ളാറാ, അങ്ങളെ നശിപ്പിക്കുക, അങ്ങളെ കൊല്ലുണ്ട് ചെന്നല്ല, അങ്ങളെ ഹലാക്കാക്കേണ്ടി ഇബ്രാഹിം നബി ദുആർന്നല്ല, പിന്നെന്താ ഫഇന്നക ഗഫൂറുർ റഹീം. അല്ലാഹുവേ, അങ്ങ് മാഫ് കൊടുക്കരുതും മാഫ് കൊടുക്കാതിരിക്കരുതും നിന്റെ അധികാരമായിട്ടിക്കറ റബ്ബേ, നീ ഗഫൂറായിട്ടിക്കറ റബ്ബേ, നീ എല്ലാവരും മേലും കരുണ കാട്ടുന്നവനായിട്ടിക്കറ റബ്ബേ. അങ്ങനത്തെ ഹൃദയവിശാലത്തായിട്ടിക്കറ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഹൃദയവിശാലത്തെയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമുക്കും അള്ളാഹുക്കുമുള്ള കണക്ഷൻ, ഒരു ഉമ്മക്ക് ഒരു കിടാവുടട്ടി എങ്ങനെ കണക്ഷൻ, എത്ര കൊണ്ടാട്ടാക്കിற ഒരു ഉമ്മ കിടാവ് അതിക്ക് പാൽ കൊടുക്കുമ്പോൾ അതിന്റെ മടിയിൽ ദപ്പാട്ടിട്ട് അതിനെ കുഞ്ചിലിട്ടിട്ട് അതിനെ ആട്ടിട്ട് അത് വറക്കു, ആ ഉമ്മ തൊട്ടിലിട്ടിട്ട് എത്ര പാട്ട് പാടുക, എന്തെಲ್ಲ ആ കിടാവു ചോറ് കൊടുക്കു, ಬೇರೆ ನೋರ್ಕു ഉമ്മ എന്തെಲ್ಲ സാഹസ കാട്ടും. അപ്പൊ ഉമ്മയും കിടാവും ഉള്ളവരെ ഒരു ആത്മീയ ബന്ധമായിട്ട് അതിരാട്ടിയാർ ആത്മീയ ബന്ധമായിട്ട് അള്ളാഹും ഇബ്രാഹിം നബി അലൈഹി സ്വലാമും, ഇബ്രാഹിം നബി അലൈഹി സ്വലാമുക്കും അള്ളാഹുക്കും ഉള്ള ഒരു ആത്മീയത്തെ അതിന് വർണ്ണനാക്കുക സാധ്യമല്ല. അതൊക്കെ ഞാൻ ഒരു സൂറത്ത് അൽ ബക്കറത്തിൽ ഒരു ഘടന ചെല്ലുന്ന പരിശുദ്ധ ഖുർആനിൽ രണ്ടാമത്തെ സൂറത്തായിട്ട് സൂറ അൽ ബക്കറ. അൽ ബക്കറ സൂറത്തിൽ 286 ആയത്തുണ്ട്. അതിൽ 260 ആയത്തിലായിട്ട് അള്ളാഹു ചെല്ലുന്നത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഇദ് ഖാല ഇബ്രാഹീം റബ്ബി അരിനി കൈഫ തുഹ്യിൽ മൗത. അവർക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുരൊട്ടിക്ക് പൽക്ക പറയുന്നത്. എത്രത്തോളം ഇബ്രാഹിം നബിക്ക് അള്ളാഹുരൊട്ടിക്ക് ആ ഒരു ബന്ധം ചെന്നെങ്കിൽ വത്തഖദല്ലാഹ ഇബ്രാഹിമ ഖലീല, അല്ലാഹു ഖുർആനിൽ ചൊന്ന ഇബ്രാഹിമിനെ അള്ളാഹു ആത്മമിത്ര, ക്ലോസ് ഫ്രണ്ട് ആയിട്ട് അള്ളാഹു സെലക്ഷൻ ആക്കിയാണ്. ആ ഇബ്രാഹിം അള്ളാഹുരൊട്ടിക്ക് കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, അതും അള്ളാഹു മുഹമ്മദ് നബിക്ക് ചെന്നു കൊടുക്കരുത് 2500 വർഷം കഴിഞ്ഞാൽ പിന്നെ വഇദ് ഖാല ഇബ്രാഹിം, ഇബ്രാഹിം ചൊന്ന സന്ദർഭ റബ്ബി, നന്റെ റബ്ബെ, അരിനി നക്ക് കാട്ടിത്ത അല്ലാഹുവേ, കൈഫ തുഹ്യിൽ മൗത, കൈഫ തുഹ്യിൽ മൗത, മരിച്ച ആൾമാരെ നീ വാപ്പസ് ജീമാക്കറല്ലേ. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരാൾമാർ തീകത്ത് പാട്ടിട്ട് കത്തിയിട്ട് മരിക്കരങ്ങുള്ളാറ്, ഒരാൾ തണ്ണിക്ക് മുട്ടി മരിക്കരുള്ളാറ്, ഒരാൾ എന്താക്കല മയ്യത്തെ കിട്ടില്ല. അപ്പൊ വ്യത്യസ്തമായ നിലയിൽ മനുഷ്യന്മാർ മരിച്ചു പോണ്ട. അപ്പൊ അള്ളാഹു ഒരു നാൾ എല്ലാവരും മഹശറത്തിൽ ഒട്ടിക്ക് ചേർപ്പാട്ടല്ലേ, ജീമാക്കരല്ലേ. അതിക്ക് ഇബ്രാഹിം നബി അള്ളാഹുവിന്റെ ഒട്ടിക്ക് കേക്കറേ റബ്ബി അരിനി, അല്ല നക്ക് കാട്ടിത്ത അള്ളാഹുവേ, കൈഫ തുഹ്യിൽ മൗത, മരിച്ച ആൾമാരെ നീ അങ്ങനെ ജീമാക്കര റബ്ബേ. ഖാല, അള്ളാഹു കേക്കറ ഇബ്രാഹിമിനോട്ട്, ഇബ്രാഹിം അവലം തുഅ്മിൻ, നിക്ക് വിശ്വാസമില്ലേ ഇബ്രാഹിമേ, നിക്ക് നമ്പിക്കയില്ലേ, ഞാൻ മരിച്ച ആൾമാരെ ജീമാക്കനായിട്ട് നിക്ക് വിശ്വാസമില്ലേ? ഖാല ബല, ഉണ്ട് റബ്ബേ, നക്ക് വിശ്വാസമുണ്ട് അൽഹംദുലില്ലാ, പക്ഷെ വലാകിൻ ലിയത്മഇന്ന ഖൽബി, എൻ്റെ മനസ്സിക്ക് നക്കൊരു ആത്മസംതൃപ്തി, ഒരു തൃപ്തിക്ക് വേണ്ടി, ആത്മസംതൃപ്തിക്ക് വേണ്ടിയിട്ട് ഞാൻ നിന്റെ ഒട്ടിക്ക് കേൾക്കിற റബ്ബേ, നക്ക് കാട്ടിത്താ റബ്ബേ. ഖാല, അപ്പൊ അള്ളാഹു ഇബ്രാഹിം നബിയുടെ ഇബ്രാഹിം നബിയുടെ ഡിമാൻഡിക്ക് അള്ളാഹു ಅದಕ್ಕೆ ആൻസർ കൊടുക്കറ.
ഫഖുദ് അർബഅതം മിനത് ത്വയ്ർ. ഇബ്രാഹിം ഫഖുദ്, നിങ്ങൾ പോയിട്ട് പിടിക്കണം. അർബഅതം മിനത് ത്വയ്ർ, 4 പക്ഷിയെ പോയിട്ട് പിടിക്കറു. അല്ലാഹ് 4 പക്ഷിയെ പിടിക്കറു. അപ്പം ഏതാ 4 പക്ഷി? പക്ഷി എന്തെങ്കിലും പക്ഷിയെ പിടിക്കും സുറാബുണ്ട. ഞങ്ങളൊത്തുള്ളൊരു ഞങ്ങൾ പണ്ട് ഞങ്ങൾ ചെരിയേക്കുമ്പോൾ ബിരുദർ വന്നെങ്കിൽ കോഴി ഇണ്ടത്തെ പോലെ കോളിൻ്റെ അങ്ങാടിയില്ല പണ്ട്. അപ്പം എന്താ ഇത് റായത്ത് ഔത്തൊരു ബലത്ര കോഴി പിടിക്കുക എത്ര 2 ഗಂಟ കോളിൻ്റെ ഇബ്രാഹിത്തിൽ ഓടി കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ. അപ്പം ഇബ്രാഹിം നബി അലൈഹി സ്വലാം 4 കാട് പക്ഷിയെ പിടിക്കുക എന്നല്ലാഹ്. അതിൽ ഒന്ന് താവൂസ്. മുഫസ്സിർമാർ ചൊല്ലിട്ട് അങ്ങനെ 4 വേറെ വേറെ അഭിപ്രായമുണ്ടോ. ഒന്ന് താവൂസ് നവീലായിട്ടിക്കരുത്, പിന്നെ ഒന്ന് ദീക്ക്, ഒന്ന് ചേകളായിട്ടിക്കരുത്, പിന്നെ ഒന്ന് ഹമാമത്ത്, പിന്നെ ഒന്ന് മാടപ്പുറവായിട്ടിക്കും, പിന്നെ ഒന്ന് ഖുറാബ് കാക്ക. അതല്ലാത്ത അഭിപ്രായം ഉണ്ട് വേറെ. ഇത് ഒരേ അഭിപ്രായം ചെന്നതാണ്. ഈ 4 പക്ഷികൾ അള്ളാഹു പിടിക്കുക. എന്തെങ്കിലും 4 പക്ഷിയെ എങ്ങനെ ഫിക്സഡ് ആക്കിയത്? ഈ 4 പക്ഷിക്ക് 4 ദോഷമുണ്ടത്, 4 സ്വഭാവമുണ്ട്. ആ സ്വഭാവം മനുഷ്യന്മാർക്ക് ഇക്കൊക്കെ തീരാണ്. താവൂസ് എന്നെങ്കിലും നവീലുക്ക് ഒരു ചില ജമ്പ അഹങ്കാരായിരുന്നു. ആ ഒരു ചന്തത്ത് ആ നവീൽ അത് ഗരിപ്പിച്ചിട്ട് ഇങ്ങനെ നൃത്തിയാക്കിയെങ്കിൽ ഏത് മനുഷ്യന്മാർ നോക്കി പോകും കൊസിയിൽ. അപ്പം അതൊക്കെ ഒരു ജമ്പത ഗുണമുണ്ട്. നാനൊരു ചന്തത്താളുണ്ട്. ആ സ്വഭാവം മനുഷ്യന്മാർക്ക് ഇക്കൊക്കെ തീരാ. അതൊക്കെ അതിനെ പിടിച്ച് അള്ളാഹു ആർക്കോ ചൊല്ലും. രണ്ടാമത്തത് ദീക്, കോളി, ചേകൽക്ക് അതിയായ കാമാസക്തി. അത് മനുഷ്യന്മാർക്ക് അതിയായത് പാടില്ല. അപ്പം അത് ഞങ്ങൾ എന്താക്കും, ഞങ്ങളുടെ സ്വഭാവത്തിൽ വിട്ടുപെടുന്നു. പിന്നെ ഒന്ന് ഖുറാബ്, കാക്കയ്ക്ക് എന്താ അത്യാസ ഗലീജ്. ഏത് ഗലീജിൽ എന്തെങ്കിലും പോയിട്ട് തിന്നു അത്. അപ്പം അങ്ങനത്തെ അത്യാസം ഞങ്ങൾക്ക് ഇക്കൊക്കെ തീരും. അങ്ങനെ 4 പക്ഷിയുടെ 4 ദുസ്വഭാവം അള്ളാഹു എന്താക്കുക ആ പക്ഷിയെ കാട്ടിയിട്ട് അതിനെ പിടിച്ച് അർക്കൊക്കെ ചൊല്ലിട്ടാണ്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഭാര്യ കഷ്ടത്തിൽ പിടിക്കുന്ന പക്ഷിയെ തുലാപറ്റ് പോയിട്ട് കിട്ടില്ല. ചെമ്മധ്വാനിച്ചിട്ട് ജിഹാദാക്കിയിട്ട് 4 പക്ഷിയെ പിടിക്കരുത്. പിന്നെ അള്ളാഹ് ചെല്ലുടെ ഫസുറുഹുന്നയിലേ, ആ പക്ഷിയെ നീനുന്നുണ്ട് മുട്ട കൊമ്പന്നിട്ട് അതിൽ അർക്കൊണ്ട് നീനുണ്ട്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്താക്കരുത് ആ പക്ഷിയെ പിടിച്ചിട്ട് അർക്കരുത്. പിന്നെ അള്ളാഹു ചൊല്ല ഇബ്രാഹിം ആ 4 പക്ഷിയെ എന്താക്കും അതിനെ അർത്തിട്ട് അതിലെ ഇതുണ്ടല്ലേ അതിലെ സുയി അതിന് മേലുള്ളത് റോമ അതിലെല്ലാം എടുക്കണം, റിമൂവ് ആക്കണം. അതിൽ സ്കിൻ ഔട്ട് ആക്കണം. അതിനെന്താക്കണം എല്ലാ അത്ര ചെറിയ പീസ് ഇറച്ചി ആക്കണം. അങ്ങനെ ഇബ്രാഹിം നബി 4 പക്ഷിയെ അതിലെന്താക്കിയിട്ട് നല്ല ചെറിയ പീസാക്കിയിട്ട് ഇറച്ചിരെല്ലാം മിക്സ് ആക്കും. മിക്സ് ആക്കിയിട്ട് അതിലെ തല ഇബ്രാഹിം നബി കയ്യിൽ പിടിക്കരുത്, ബാക്കിയ ഇറച്ചിയെല്ലാം മിക്സ് ആക്കണം. പിന്നെ അള്ളാഹു ജല്ല പിന്നെ അതിലെ ഇറച്ചിരെ അല ജബലിൻ മിൻഹുന്ന ജുസ്അ, 4 സൈഡിൽ 4 പർവ്വതമുണ്ട്. ആ പർവ്വതത്തെ മേൽ പോയിട്ട് ഒരു ഗുളി എടുത്തിട്ട് ആ ഇറച്ചിരെ മിക്സ് ആക്കിയിട്ട് 4 പർവ്വതത്തിൽ ഇതിന്റെ മുച്ചുപുറുണ്ട് അള്ളാഹു ചൊല്ല. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അതുപോലെ ആക്കരുത്. ആ പക്ഷിയുടെ ഇറച്ചിരെല്ലാം മിക്സ് ആക്കിയിട്ട് അതിൽ 4 ഗുഡ്ഡരെ മേൽക്കും പോയിട്ട് ഗുളി എടുത്തിട്ട് പൂത്തിട്ട് പണ്ട് അതിന്റെ തല മാത്രമേ അയാൾ കയ്യിൽ പിടിക്കും. അള്ളാഹു ചൊല്ല സുമ്മദ്ഉഹുൻ, പിന്നെ നിങ്ങൾ നിങ്ങളെ മുറ്റത്തേക്ക് ആ പക്ഷിയുടെ പേര് ചൊന്നിട്ട് വിളിക്കറൂ. നിങ്ങളെ മുട്ടത് ഓടി പണ്ടത് പാറി പണ്ടത്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അതുപോലെ ആക്കി. തല 4 പക്ഷിയുടെ തല ഇയാളെ കയ്യിലുണ്ട്. അപ്പൊ എന്താക്കിയത് ഫസ്റ്റ് താവൂസിനെ വിളിക്കര്, നവീലിനെ വിളിക്കര്. അപ്പൊ നവീൽ എന്താക്കിയത് അത് 4 മൂലയിലുണ്ടല്ലേ 4 ഗുഡ്ഡല്, അതിന്റെ ഇറച്ചി, അതിന്റെ സുയി, അതിന്റെ സ്കിന്ന്, അതിന്റെ കാൽ എല്ലാം ജോയിന്റ് ആവും. ജോയിന്റ് ആയിട്ട് തലയില്ലാണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം മുട്ടത്ത് ഓടി പണ്ട്. 4 പക്ഷിയുടെ തല ഇബ്രാഹിം നബിയുടെ കയ്യിലുണ്ട്. ഇബ്രാഹിം നബി എന്താക്കിയ നവീൽ വന്നിട്ട് നമുക്ക് കോളിന്റെ തല കാട്ടുന്നത് ഇങ്ങനെ ജോയിന്റ് ആവുള്ളത്, കാക്കിര തല കാട്ടു ജോയിന്റ് ആവുള്ളത്, മാടപ്പുറവരുടെ തല കാട്ടു ജോയിന്റ് ആവില്ല. ലാസ്റ്റിക്ക് നവീലിന്റെ തലമേ കാട്ടിട്ട് നമുക്ക് ജോയിന്റ് ആയിട്ട് പക്ഷിയായിട്ട് അങ്ങനെ 4 പക്ഷിക്കും 4 പ്രയോഗമാക്കും. അങ്ങനെ 4 പക്ഷിയും 6. അപ്പൊ അല്ലാഹു ചൊല്ലുന്ന വഅലം ഇബ്രാഹിം, നിങ്ങൾക്ക് പിടിക്കട്ടെ അന്നല്ലാഹ അസീസുൻ ഹകീം, അല്ലാഹു എല്ലാത്തിനും സമർത്ഥനായിട്ടിക്കറ, യുക്തിമാനായിട്ടിക്കറ, തന്ത്രജ്ഞനായിട്ടിക്കറ അല്ലാഹു. അപ്പൊ ഇബ്രാഹിം നബിക്കും അള്ളാഹുവും ആ മതങ്ങളെ മധ്യത്തിലുള്ള ആ ഒരു ആത്മീയത്തെ ആയിട്ടിക്കറ് പരിശുദ്ധ ഖുർആൻ അങ്ങ് ചൊന്തണ്ടേ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമൊരു ആദർശ ഞങ്ങളുടെ ജീവനത്തിൽ അംഗീകരിച്ചിട്ട് അതിൽ അളവടിച്ചിട്ട് നല്ലങ്ങായിട്ട് ചെയ്യിക്കും. ആ നിലയ്ക്ക് ഞങ്ങളെ റബ്ബുരെ കണ്ടുമുട്ടകും. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒരൊട്ടിക്ക് നാളെ ജന്നത്തുൽ ഫിർദൗസിൽ സ്വർഗത്തിൽ ഒട്ടിക്ക് ചേർക്കും. അള്ളാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് തന്നിട്ട് അള്ളാഹു ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. റബ്ബി ശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ്. സഹോദരന്മാരെ, സഹോദരിമാരെ, റബ്ബുൽ ഇസ്സത്തായ അഹദും സമദുമായ അള്ളാഹുരെ നിയമനിർദ്ദേശ അള്ളാഹു രാജ്ഞ നിങ്ങളുടെ ജീവനത്തെ എല്ലാ സന്ദർഭത്തിലും പാലനാക്കിയിട്ട് നല്ലങ്ങായിട്ട് ചെയ്ക്കൂ. ആ നിലക്ക് നിങ്ങളെ റബ്ബുരെ കണ്ടുമുട്ടകൂ. നിങ്ങൾ പ്രയത്നാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ നിങ്ങൾക്ക് തൗഫീക്ക് തരട്ട്. അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, ഇബ്രാഹിം അലൈഹിസ്സലാമരെ ആ ഒരു അള്ളാഹുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ട്, അള്ളാഹുമായിട്ടുള്ള ആത്മീയ സംബന്ധ അതായിട്ട് കയറി തങ്ങൾ കേട്ടത്. ഇനി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ഒത്തുക്ക് പരിശുദ്ധ ഖുർആൻ ചൊല്ലൊരു സംഭവമുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ഒത്തുക്ക് ഒരു ബിരുദർവുണ്ട്. അത് സൂറത്തു ദാരിയാത്തിൽ അള്ളാഹു വിവരിക്കരുത്. പരിശുദ്ധ ഖുർആനിലെ 51-ാമത്തെ സൂറത്തായിട്ട് കയറി സൂറത്തു ദാരിയാത്ത്. അതിൽ അള്ളാഹു ചൊല്ലട അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഹൽ അതാക ഹദീസു ദൈഫ് ഇബ്രാഹീമൽ മുക്രമി. ഹൽ അതാക, നിങ്ങൾക്ക് പിടിയില്ലേ? ഹദീസു ദൈഫ് ഇബ്രാഹീമൽ മുക്രമി. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഒത്തുകു ഗൗരവാന്വിതരായ ബഹുമാനിതരായ ഒരു അതിഥിമാർ വിരുന്നുകാർ വന്നിറാറ്. ആ വിഷയം നിങ്ങൾക്ക് പിടിയില്ലേ? നബിയിലൊട്ടിക്ക് അള്ളാഹു കേൾക്കറ. എപ്പോൾ ഇത് ഇബ്രാഹിം അലൈഹി സ്വലാം വന്നിട്ട് 2500 വർഷം കഴിഞ്ഞാൽ പിന്നെ മുഹമ്മദ് നബിക്ക് അള്ളാഹു ചൊന്ന് കൊടുക്കരുത്. ഇബ്രാഹിം അലൈഹി സ്വലാമിന്റെ ഒത്തുക്ക് ഒരു വിരുന്നുകാർ വന്ന വിഷയവും അള്ളാഹു മുഹമ്മദ് നബിക്ക് ചൊന്ന് കൊടുക്കരുത്. ഖുർആനിൽ ഹൽ അതാക ഹദീസു ദൈഫ് ഇബ്രാഹീമൽ മുക്രമി. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഒത്തുക്ക് വന്ന മാന്യന്മാരായ വിരുന്നുകാർ, അതിഥിമാർ, ഞങ്ങളെ വിഷയത്തിന് പിടിയില്ലേ നബി നിങ്ങൾക്ക്? ആ വിരുന്നുകാർ ഇബ്രാഹിം അലൈഹി സ്വലാം റൗത്തുക്ക് വന്നാറ്. ഫഖാലു സലാമാ. വന്നിട്ട് ഇബ്രാഹിം നബിക്ക് അസ്സലാമു അലൈക്കും സലാം സലാം ചൊല്ലണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഔത്തിൽ എന്തോ ഒരു സ്വറ ഉണ്ട്. ഇല്ല സ്വറ ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ വിരുന്നുകാർ പണ്ട് ഖാല സലാം. ഇബ്രാഹിം നബിക്ക് അതിക്ക് എന്താ സലാമുക്ക് ജവാബാക്കി സലാമാക്കി. ഖൗമും മുൻകറൂൻ. വന്ന് വിരുന്നുകാരാറ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മോളെ മങ്ങിലാക്കി കൊടുത്ത് പൊതുവറ ഉത്തരങ്ങല്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മോണക്ക് പെണ്ണു കൊന്ന ഉത്തര പൊതുവർ മാറുമല്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മങ്ങിലായ ഉത്തര പൊതുവർ മാറുമല്ല. ഇബ്രാഹിം നബിക്ക് കൃത്യമേ ഇല്ല. ആ റായത്താൾ മാറുമല്ല. ഏതോ റായത്താൾ മാറി ചന്തത്തെ ഒരു ബാലക്കാരായിട്ട് ഇബ്രാഹിം നബിയുടെ ഉത്തരക്ക് വന്നത്. വന്ന് സലാം ചൊല്ലുമ്പോൾ ഇബ്രാഹിം നബിയുടെ ഖൗമും മുൻകറൂൻ, അപരിചിത ആൾമാരല്ലേ. ഇബ്രാഹിം നബി ഞങ്ങൾ വെൽക്കം ആക്കണം, അവർക്ക് സ്വാഗതാക്കണം. ഔത്രോൾക്ക മർഹബ മർഹബ എന്നിട്ട് ഔത്രോൾക്ക വിളിച്ചു പോണ്ട്. ദപ്പാട്ട് ഫറാഗ ഇലാ അഹ്ലിഹി ഫജാഅ ബിഇജ്ലിൻ സമീൻ. ഇബ്രാഹിം നബി ഒരാൾ ഔത്തുക്ക് ഒരു ബിരുന്നുകാർ വന്നെങ്കിൽ ആ ബിരുന്നുകാർ എങ്ങനെ സ്വീകരിക്കണോ, അതിഥി സത്കാരം എങ്ങനെ ആക്കണോണ്ട് ഇബ്രാഹിം നബിയെ കണ്ടുപിടിക്കണം. മാത്രം കണ്ട് അതിഥി സത്കാരം ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ബിരുന്നുകാർ ഔത്തിൽ ദപ്പാട്ട് ഇത് ഫറാഗ ഇലാ അഹ്ലിഹി ഔത്രവൾക്ക് ഓടും പിഞ്ഞായിരം വിട്ടു പരിചലുടെ ബിരുന്നുകാർ വന്നൊരാറ് ഗുർത്തയില്ലാത്തങ്ങാന്ന് ചെമ്മയാൾമാരുള്ളാറ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പിറോത്തിൽ ഒരു ഇതുണ്ട്. ഇതിലെ ഒരു ഞങ്ങന്തരയുടെ കെതകളുടെ അതുക്ക് ഹട്ടി കണ്ണടത്തിൽ പൈങ്ങളെ കെട്ടത്. അതിൽ നല്ല ദപ്പ പുഷ്ടിയുള്ള ഒരു പൈരെ കടിച്ചെടുത്തിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അറുത്തിട്ട് ഇതിൽ നല്ല ഫാസ്റ്റ് സ്വർത്തങ്ങളൊട്ടേക്ക് ചെന്നിട്ട് ഇബ്രാഹിം നബി വലിയ പൈസക്കാരാണ്, വലിയ ശ്രീമന്തായിട്ടുണ്ട്. സ്വർത്തക്ക് ആളല്ലേ അറുത്തിട്ട് ഇറച്ചിയാക്കിയിട്ട് അതിൽ നല്ല വെറൈറ്റീസ് എല്ലാം ആക്കിയിട്ട് നല്ല ഫ്രൈ എല്ലാം ആക്കിയിട്ട് വിരുന്നുകാരെ ഇതിൽ കൊടുത്ത് വയ്ക്കുന്നു. ഫഖറബഹു ഇലൈഹിം. വിരുന്നുകാരെ ഇതിൽ ഇങ്ങനെ പ്ലേറ്റിൽ കൊടുത്ത് വയ്ക്കുന്നു. തിന്നൊരു ഒത്താക്കരു ഇബ്രാഹിം നബി അലൈഹി സ്വലാം. തിന്നരെ കാണില്ല. നല്ല നല്ല ഫുഡ്, നല്ല ടേസ്റ്റ് ഫുഡായിട്ട് നല്ല കമ്മണ വേണ്ട, നല്ല സ്മെൽ വേണ്ട. തിന്നോറ് ചൊല്ലുമ്പോ അങ്ങനെ തിന്നരെ കാണില്ല. കാല ഇബ്രാഹിം നബിക്ക് എടുത്ത് അല്ല തവക്കുലു തിന്നില്ലേ നിങ്ങൾ? ഞങ്ങളൊത്തിക്ക് ഒരു ബിരുന്നുകാർ വന്നിട്ട് ആകുമ്പോൾ ഞങ്ങൾ ബിരുന്നുകാർക്ക് ചെമ്മ വെറൈറ്റീസ് എല്ലാം ആക്കിയ ഞങ്ങൾ അങ്ങനെ എന്ത് തിന്നില്ലെങ്കിൽ എത്ര ബേജാറാവും, നക്ക് എത്ര ബേജാറാവും.
ആ ഫുഡ് ആക്കി അവത്ര പെണ്ണിങ്ങൾക്ക് എത്ര ബേജാറാവും. അതുപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമക്ക് ബേജാറ്. അള്ളാഹു ചെല്ലുടെ അഭിനയിപ്പിച്ച ഖുർആൻ ചെല്ലുടെ പിന്നെ നെക്സ്റ്റ് ആയത്തിൽ അല്ല തഅക്കുലൂ, നിങ്ങളുടെ തിന്നില്ല, നിങ്ങളുടെ കൈ വയറ്റില്ല, നിങ്ങളെ കൈ ഇങ്ങനെ മടക്കിയിട്ട് വെച്ചോ, നിങ്ങൾ അതിൽ ഫുഡ് പണ്ടേ ഇല്ലല്ലോ നിങ്ങളെ കൈ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മനസ്സിൽ പേടി ഇങ്ങനെ പിടിച്ചിട്ട് ഇബ്രാഹിം നബിക്ക് പേടി ഇങ്ങനെ ഇബ്രാഹിം നബിയുടെ മനസ്സിങ്ങനെ ആവരിച്ചിട്ടുണ്ട് അർത്ഥം. ഖാലു, ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒരൊട്ടിക്ക് വന്ന ബിരുദുകാർ ചൊന്നാറില്ല, ഇല്ല നിങ്ങൾ പേടിക്കണ്ട ഇബ്രാഹിം. ഇബ്രാഹിം നബിക്ക് ഒരു ഗുഡ് ന്യൂസ് കൊടുക്കണം. നിങ്ങൾക്കൊരു നല്ല ജ്ഞാനിയായ, നല്ല വിദ്യാഭ്യാസമുള്ള, നല്ലൊരു വിവരമുള്ള, വിവേകമുള്ള ഒരാണിക്കിടാവും നിങ്ങൾക്ക് ആവുക പോണ്ട് ഒരു ഗുഡ് ന്യൂസ് കൊടുത്താർ ബന്ധങ്ങൾ. അപ്പൊ ഇബ്രാഹിം നബിക്ക് പിടിയായിട്ട് ബന്ന ആൾമാർ മനുഷ്യന്മാരല്ല മലായിക്കുമാറും. ഈ ജണ്ടാളെ പളക്ക ഇബ്രാഹിം നബിയും ബിരുദുകാരിങ്ങനെ പളക്ക പറഞ്ഞുകൊണ്ടുള്ളത് ഔത്രൊഴുക്കത്തെ ആർക്ക് കേക്കൊരു പെഞ്ഞായുണ്ട്. അവരുടെ പേര് സ്വാറ. ഇസ്മായിലിന്റെ ഉമ്മ അല്ല, ഹാജറല്ല. ആ സ്വാർ അയിമക്ക് കേക്കർ അയിമ കാതു കൊടുത്തോന്നുണ്ട്. ഇങ്ങളെ പളക്ക കേട്ടിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഉൾക പോകുമ്പോൾ ആ പെണ്ണിങ് എങ്ങനെ എതിർമുണ്ട്. ഇബ്രാഹിം നബി പെഞ്ഞായി സ്വാറ അയിമ ജോറ് സൗണ്ട് ആക്കറിങ്ങനെ. അത്ര മാത്രല്ല അയിമ മുഖത്തേക്ക് ഇങ്ങനെ അടിക്കരു ജോറ്. എന്തൊക്കെ അയിമക്ക് ആശ്ചര്യം. നക്ക് ബേസായിട് ഇബ്രാഹിമുക്ക് ബേസായിട്ട് കിളവായിട് നാനും കെൽത്തി നാണോ ഒരു പെറാത്ത പെണ്ണായിട്ടിരിക്കുന്നതാണ്. പെറാത്ത പെണ്ണിങ്ങിറാറല്ലേ ബഞ്ച ചെല്ലാറ് കന്നഡത്തിൽ സാധാരണ. അങ്ങ് വക്കാലത്ത് അജൂസുൻ അഖീം അയിമ ചെല്ലത് ഖുർആനുള്ള ആയത്തത്. വക്കാലത്ത് അജൂസുൻ അഖീം മുഖത്തടിച്ചിട്ട് ചെല്ലത് അയിമ ചീർത്തിന് ആശ്ചര്യമായിട്ട് ഈ കെൽത്തി ഈ പെറാത്ത നക്കെങ്ങനെ കിടാവ് അവിടെ നാനെങ്ങനെ കറുപ്പിടിച്ചവിടെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമക്ക് കിളവായിട്ടല്ലേ ബേസായിട്ടല്ലേ അയാൾക്ക്. പാലു വന്ന ബിരുദുകാർ മലായിക്കുമാർ നിങ്ങളെ റബ്ബൊരു തീർമാനം അങ്ങനെ ആയിട്ടിക്കറ്. ആ റബ്ബ് എന്തും ആക്കുറു, ശക്തി സാമർത്ഥ്യമുള്ളവനായിട്ടിക്കറ്. ആണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമക്ക് അങ്ങ് ഗുഡ് ന്യൂസ് കൊടുക്കാറ്. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാമക്കും അള്ളാഹുവും പരസ്പരമുള്ള ആ ഒരു സാമീപ്യത്തെ വിഷയത്തിക്കറ് ഞാൻ നിങ്ങളെതിൽ പ്രസ്താപ്പാക്കിയത്. സഹോദരന്മാരെ, ഇൻഷാ അല്ലാഹ് നാളെ നിങ്ങൾ ഈദുൽ അദ്ഹ ആയിട്ടിക്കറ്. അപ്പോൾ ഈദുൽ അദ്ഹ ഇബ്രാഹിം നബി അലൈഹി സ്വലാമര ഒരു നൻപുര ഒരു സംഭവമായിട്ടിക്കറ്. പിന്നെ ഞങ്ങൾ ഈദുൽ അദ്ഹത്തെ നാളിൽ ഞങ്ങളും അതേപോലെ പെരിയ വിഷയം ഞങ്ങൾ മനസ്സിലാക്കും. അള്ളാഹുയുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്ന ഒരു ഹദീസ്, ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ. ഇർഹമു മൻ ഫിൽ അർളി, ആകാശത്തിലുള്ള റബ്ബു നിങ്ങളെ മേൽ റഹ്മ കാട്ടണമെങ്കിൽ നിങ്ങൾ ഭൂമിയിലുള്ള നിങ്ങളെ സഹജീവിമാറിക്കാറ്, നിങ്ങളെ നിരക്കരങ്ങളിക്കാറ്, നിങ്ങളെ പടോശിമാറിക്കാറ്, അങ്ങളെ മേൽ നിങ്ങൾ റഹ്മ കാട്ടുള്ളൂ. ഞങ്ങൾ പെരുന്നാൾക്ക് നല്ല പുതിയ ഡ്രസ്സ് ഇടുക, ഞങ്ങൾ നല്ല നല്ല ഫുഡാക്കുക, ഞങ്ങൾക്ക് വേണ്ടിയതെല്ലാം ഫെസിലിറ്റി ഞങ്ങൾ ആക്കുക. ഞങ്ങളെ നിരക്കരലിൽ ഞങ്ങളെ റായത്തിൽ പാവത്തെ ആൾ മാറിക്കുവാറും അങ്ങോട്ട് എന്തിക്കല പുറത്തേക്ക് അങ്ങ് കാട്ടല, ഞങ്ങളെ സ്വാഭിമാന പുറത്ത് കാട്ടൊക്കെ വിടല. അങ്ങനത്തെ ആൾമാർ തേടി പിടിച്ചിട്ട് ഇൻഷാ അല്ലാഹ് അങ്ങക്കും നല്ല രീതിയിൽ പെരുന്നാളാക്കുക, ഈദ് ആക്കുക, അതുക്കുള്ള അവകാശം ഞങ്ങൾ ആക്കി കൊടുക്കണം. അതൊരു മുഅ്മിൻ്റെ ബാധ്യതയായിട്ടേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളൊട്ടിക്ക് വന്നുപോയ ചെറിയതും വലുതുമായ എല്ലാ ദോഷത്തെയും അള്ളാഹു ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാകട്ടെ. അള്ളാഹുരെ പരിശുദ്ധമായ കഅബ ശരീഫിൽ പോയിട്ട് മക്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കുകയുള്ള തൗഫീക്ക്, ആ സൗഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നിട്ട് അള്ളാഹു ഞങ്ങൾ അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. ربنا تقبل منا إنك أنت السميع العليم. وصلى الله تعالى نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.